ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന നേതാവ് നരേന്ദ്രമോദിയാണ്. കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് തുടരുകയാണ്. നാം വർഷങ്ങളായി പരിശോധിച്ചാൽ മനസ്സിലാകും. ആദ്യം നരേന്ദ്രമോദിയെ മരണത്തിന്റെ വ്യാപാരി എന്ന് അന്നത്തെ ACCയുടെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധി അദ്ദേഹത്തിനെതിരെ ഗുജറാത്തിലെത്തി പറയുകയാണ്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ മണിശങ്കർ അയ്യർ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മണിശങ്കർ അയ്യർ പറയുകയാണ്, ഒരു ചായക്കടക്കാരന്റെ മകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പാടില്ലെന്ന് പറയുന്നു. അതിനിൽ അദ്ദേഹം കൃത്യമായി തന്നെ രാഷ്ട്രീയമായി മുതലാക്കി വീണ്ടും ഈ തന്റെ ജനകീയ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ബീഹാറുമായി ബന്ധപ്പെട്ടാണ് ഈ ബീഹാറിൽ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടർ അധികാർ യാത്രയ്ക്ക് പിന്നാലെയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അനുയായികൾ ഇദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിച്ച രീതിയിലുള്ള ചില വാക്കുകളും പരാമർശങ്ങളും പുറത്തു വരുന്നു. അതിനുശേഷം ബീഹാറിൽ വലിയ പ്രതിഷേധങ്ങളാണ് കണ്ടത്, വലിയ പ്രക്ഷോഭങ്ങളാണ് കണ്ടത്. നിലവിൽ ഉണ്ടായിരിക്കുന്നത് ബീഹാറിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് കോൺഗ്രസിന്റെ പ്രചാരണം. അത് രണ്ടാം ഘട്ടവും നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചിരിക്കുകയാണ്. അതൊരു AI വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ സ്വപ്നത്തിൽ വന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്, പട്ടിക വോട്ടിന് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തരുതെന്ന് നരേന്ദ്രമോദിയുടെ അമ്മ സ്വപ്നത്തിൽ പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരാമർശത്തിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്ത് വരികയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അമ്മയെ അപമാനിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു, എൻ്റെ കുടുംബത്തെ വലിച്ചഴിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി ബീഹാറിൽ ബന്ദ് ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും സമൂഹ മാധ്യമ അക്കൗണ്ട് വഴി ഇത്തരമൊരു പരാമർശം ഉണ്ടായത്. എന്തായാലും ഈ പ്രശ്നത്തിലൂടെ ഏറ്റവും അധികം തലവേദനയായി മാറാൻ പോകുന്നത് RJD ആണ്. RJD 10-20 വർഷമായി അവിടുത്തെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ അവിടെ കൃത്യമായി പ്രവർത്തനത്തിലൂടെ അധികാരത്തിൽ വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയും പരിവാരങ്ങളും അദ്ദേഹത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. വോട്ടുചോരി യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ ഇറങ്ങുകയാണ്, ന്യൂനപക്ഷ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം, അവിടെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചിരുന്നു. പിന്നീട് കേരളത്തിന്റെ സംഭാവനയാണ്. കേരളത്തിന്റെ യുവ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിന് വലിയ സംഭാവനയാണല്ലോ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം VT ബലറാമാണ്. VT ബലറാം ബീഹാർ BD പരാമർശം നടത്തുകയും അതും വലിയ രീതിയിൽ തന്നെ ബീഹാറിൽ ചർച്ചയായിരുന്നു. തേജസ്വി യാദവ് തന്നെ ആവശ്യപ്പെടുകയാണ്, ബീഹാറിനെ അപമാനിച്ചതിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ട് പോകണം, അതിന് മാപ്പ് പറയണമെന്ന് തേജസ്വി യാദവ് തന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഒരു പിളർപ്പ്, ബീഹാറിലെ ഈ ഇന്ത്യ മുന്നണിക്ക് അകത്ത് ഒരു ഐക്യമില്ലായ്മ രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് വീണ്ടും പാഠം പഠിക്കാതെ കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചിരിക്കുന്നത്. ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ബന്ദ് ഉൾപ്പെടെ നടത്തിയാണ് നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചതിന് പകരമായി ബന്ദ് ഉൾപ്പെടെയുള്ളവ നടത്തിയാണ് BJP JDU മറുപടി നൽകിയതെങ്കിൽ ഇനി വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അവിടെ തെരഞ്ഞെടുപ്പിന്. അങ്ങനെ തുടർച്ചയായി തന്നെ RJDയെ പ്രതിസന്ധിയിലാക്കുകയാണ് കോൺഗ്രസ്. ഇത് കൃത്യമായി മുതലെടുക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വ്യക്തിപരമായി ഇത്തരം ഈ രാഷ്ട്രീയത്തിൽ ഇല്ലാതെ പലരും പറയുന്നുണ്ടല്ലോ, സോണിയാഗാന്ധിയെ BJP അപമാനിച്ചു എന്ന്. സോണിയാഗാന്ധി ഒരു രാഷ്ട്രീയക്കാരിയാണ്. അതോടൊപ്പം തന്നെ രാജീവ് ഗാന്ധിയുടെ ഭാര്യയായി ഇരുന്നപ്പോൾ ആരെങ്കിലും അപമാനിക്കുകയാണെങ്കിൽ എതിർക്കാം. മറിച്ച് അവർ രാഷ്ട്രീയക്കാരിയായി മാറുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകും, പതിവാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വിമർശനം ഉണ്ടാകും. അവരെല്ലാം രാഷ്ട്രീയക്കാർക്കെതിരെ അവരെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എന്നത് പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്. ജനാധിപത്യത്തിൽ അത്തരം സംഭവങ്ങളെല്ലാം പതിവുള്ളതാണ്. അല്ലാതെ ഈ രാഷ്ട്രീയമായ ഒരു ബന്ധവുമില്ലാതെ കുടുംബത്തെ ഇങ്ങനെ നിരന്തരം വിമർശിക്കുക, അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുക, ഇതെല്ലാം കോൺഗ്രസിന്റെ തെറ്റായ നയമാണ്. കുറച്ച് നാളുകളായി തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ ഒരു ബഹുമാനമെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ഇവിടെ അധികാരത്തിലേക്ക് വരാൻ ഈ പാർട്ടിക്ക് കഴിയുന്നതും. പക്ഷെ പിന്നീട് ഈ പാർട്ടിക്ക് ഏതോ ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ, പുതിയ നേതാക്കൾ വന്നതിന് ശേഷം ആ ഒരു ബഹുമാനം, ജനങ്ങളോടുള്ള ബഹുമാനവും എല്ലാം കുറയുന്ന ഒരു ഘട്ടമാണ് നാം കാണുന്നത്. പ്രത്യേകിച്ച് 2004 മുതൽ നാം പിന്നീട് അങ്ങോട്ട് കണ്ടത് ഈ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള എതിർ പാർട്ടിക്കാരെ വിമർശിക്കുക, ചില മതങ്ങളെ വിമർശിക്കുക, ചില മതങ്ങളോട് വിദ്വേഷമായുള്ള
അങ്ങനെയുള്ള മനസ്സിലെന്തോ ദേഷ്യം വെച്ച് പെരുമാറുക, ആ രീതിയിലുള്ള പരാമർശങ്ങളെല്ലാം നിരന്തരം ഉണ്ടായത് കൊണ്ടാണ് ഈ പാർട്ടിയുടെ പൂർണ്ണമായി തന്നെ അടിത്തറ തകരുകയാണ്. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഈ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? ഒരു കാലത്ത് ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇന്ന് ആ പ്രദേശങ്ങളിൽ എത്ര ഇടങ്ങളിൽ തങ്ങളുടെ സ്വന്തമായി നിന്ന് ജയിക്കാൻ കഴിയും? ഏറ്റവും അവസാനം പരിശോധിക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറയുകയാണല്ലോ, ഞങ്ങളുടെ വലിയ മുന്നേറ്റമാണെന്ന്. ഞങ്ങളുടെ വലിയ മുന്നേറ്റം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? ഉത്തർപ്രദേശ് പരിശോധിക്കുക. അവിടെ SP പിന്തുണയോടുകൂടിയാണ് അവർക്ക് ഇത്രയും സീറ്റ് ലഭിക്കുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് എത്ര സീറ്റ് ലഭിക്കും? അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവിടെ ശിവസേനയും അതോടൊപ്പം തന്നെ ശരത് പവാർ എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രമുഖനായ നേതാവിന്റെ പിന്തുണയോടുകൂടിയാണ് ഇവർക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ അവർക്ക് MP മാരുണ്ടായിരുന്നു, അവിടെ സ്റ്റാലിന്റെ പിന്തുണയോടുകൂടിയാണ്. അല്ലാതെ BJP മത്സരിക്കും പോലെ പല സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അവർക്ക് എത്ര സീറ്റ് ലഭിക്കും? ആ രീതിയിൽ കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇത്ര അനാവശ്യ പരാമർശങ്ങളും ഈ വിദ്വേഷ ചിന്തയുമാണ്, ന്യൂനപക്ഷ പ്രീണനവുമാണ്. അതിൽ നിന്നെല്ലാം മാറി കൃത്യമായി മുന്നോട്ട് വന്നാൽ ഇന്നും ആ പാർട്ടിക്ക് സ്വീകാര്യത ലഭിക്കും. അത് നാം തെലങ്കാനയിൽ കണ്ടതാണല്ലോ. ആന്ധ്ര വിഭജനത്തിന് ശേഷം വലിയ രീതിയിൽ തകർന്നുപോയ പാർട്ടി വീണ്ടും അവിടെ ഉയർന്നു വരുന്നതാണ് നാം കണ്ടത്. ആ ഉയർച്ച തന്നെയാണ്. കാരണം എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞതാണ്, തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടി തകർന്നിരിക്കുന്നു. TRSന്റെ നേതൃത്വത്തിൽ അവിടെ ചന്ദ്രശേഖർ റാവു അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതാണ്, ഇനി അവിടെ BJPയുടെ വളർച്ചയായിരിക്കും ഉണ്ടാകുക, കോൺഗ്രസിന് ഇനി അവിടെ വളർച്ച ഉണ്ടാകില്ലെന്ന രീതിയിലുള്ള പല വിലയിരുത്തലുകളും സർവേകളും വന്നു. പക്ഷെ ആ സർവേ എല്ലാം മറിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ അവിടെ അധികാരത്തിൽ വന്നില്ലേ. TRS തകരുകയില്ല, അത് BRS എന്ന പേരിൽ പുതിയതായി അറിയപ്പെടുന്നു. ആ പാർട്ടി പൂർണ്ണമായി തന്നെ തകരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിലൂടെ എന്താണ് മനസ്സിലാവുക? ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും. അത് കർണാടകയിലായാലും ഹിമാചൽ പ്രദേശിലായാലും അതോടൊപ്പം തന്നെ തെലങ്കാനയിലായാലും ഇനി ഇന്ത്യയിലായാലും. പക്ഷെ അവർ തെറ്റുതിരുത്തി കൃത്യമായി ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയും. അതിന് തയ്യാറല്ലെങ്കിൽ ഇത്തരം തോൽവികൾ ഉണ്ടാകും. തോൽവികൾ ഉണ്ടായതിനു ശേഷം ഇത്തരം EVM ക്രമക്കേട്, അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, അതോടൊപ്പം തന്നെ വർഗീയത പറയുന്നു, ജാതീയത പറയുന്നു എന്ന രീതിയിലുള്ള പരാമർശവുമായെല്ലാം തോൽവിക്ക് ശേഷം അവർക്ക് പല കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. പക്ഷെ ആ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. പാർട്ടിയിലെ നിരന്തരം പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ പാർട്ടിയിലെ നേതാക്കൾ മറുകണ്ഠം ചാടും, അല്ലെങ്കിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിലും അതോടൊപ്പം തന്നെ BJPയുടെ MP മാരുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ 30% വരുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ മറുകണ്ഠം ചാടി അവിടെ എത്തി MLA ആകുകയോ മന്ത്രിയാകുകയോ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. പല മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുണ്ട്. ആസാമിലെ നിലവിലെ മുഖ്യമന്ത്രി മുൻപുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അങ്ങനെ ആ പാർട്ടിയുടെ തകർച്ചയിലേക്ക് പോകുന്ന ഒരു നിലപാടാണ് വീണ്ടും ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ പൂർണ്ണമായി തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ RJDയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇത്തരം പരാമർശങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒഴിവായി പോകുന്നതാണ് നല്ലത്. അതിൽ ജാഗ്രത പാലിക്കണം. അല്ലാത്ത പക്ഷം ഈ മരിച്ചുപോയ ഒരു നരേന്ദ്രമോദിയുടെ അമ്മയെ ഇത്തരം ലക്ഷ്യമിട്ട് അപമാനിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്കാരം അറിയാമല്ലോ, കുടുംബവും അതോടൊപ്പം തന്നെ സ്ത്രീകളുമായെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ അടുപ്പമുള്ള ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. പക്ഷെ ഈ ഘട്ടത്തിൽ അവർ അതിൽ നിന്ന് പിന്നോട്ട് പോയി. അതിന്റെ തിരിച്ചടി സ്വാഭാവികമായി തന്നെ ബീഹാറിൽ ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.